ഒളിഞ്ഞും തെളിഞ്ഞും പലയിടങ്ങളിൽ നിന്ന് കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്: ഈ സന്യാസിനികൾ എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നത്? എന്നാൽ അറിഞ്ഞിരിക്കണം, നാമറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്നതിൽ അവർക്ക് വലിയൊരു പങ്കുണ്ട്. ഒരു സന്യാസിനിയുടെ വ്രതബദ്ധ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് വിലപ്പെട്ട ബോധ്യങ്ങൾ. വ്രതവാഗ്ദാന നവീകരണ സമയത്ത് ഈശോനാഥനെ അൾത്താരയുടെ വചനം വായിക്കുന്ന വശത്ത് ഞാൻ കണ്ടു. സ്വർണബെൽറ്റുള്ള വെള്ളവസ്ത്രമണിഞ്ഞ് കൈയിൽ ഭീതി ജനിപ്പിക്കുന്ന ഒരു വാളും പിടിച്ചിരുന്നു. സിസ്റ്റേഴ്സ് തങ്ങളുടെ വ്രതവാഗ്ദാന നവീകരണം ആരംഭിക്കുന്ന നിമിഷം വരെ ഇത് നീണ്ടുനിന്നു. അപ്പോൾ അവർണ്ണനീയമായ ഒരു ഉജ്ജ്വല പ്രകാശം ഞാൻ കണ്ടു. ഈ ഉജ്ജ്വല പ്രകാശത്തിനു മുന്നിൽ തുലാസിന്റെ ആകൃതിയിൽ ഒരു വെളുത്ത മേഘത്തെയും കണ്ടു. അപ്പോൾ ഈശോ വന്ന് ആ വാൾ തുലാസിന്റെ ഒരു വശത്തുവച്ചു. ആ തട്ട് ഭാരത്തോടെ നിലമുട്ടെ താഴ്ന്നുവന്നു. അപ്പോൾ തന്നെ സിസ്റ്റേഴ്സ് അവരുടെ വ്രതവാഗ്ദാന നവീകരണം പൂർത്തിയാക്കി. അപ്പോൾ മാലാകമാർ ഓരോ സിസ്റ്ററിൽ നിന്നും എന്തോ എടുത്ത് ധൂക്കുറ്റിയുടെ ആകൃതിയിലുള്ള ഒരു സ്വർണ്ണപാത്രത്തിൽ വെക്കുന്നതു ഞാൻ കാണുകയുണ്ടായി. എല്ലാ സിസ്റ്റേഴ്സിൽ നിന്നും അത് ശേഖരിച്ച ശേഷം ആ പൊൻപാത്രം തുലാസിന്റെ മറ്റേ തട്ടിൽ വെച്ചു. ഉടനെ തന്നെ ആ തട്ട് താണുവരികയും വാൾ വെച്ചിരുന്ന തട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോകുകയും ചെയ്തു. ആ സമയം ധൂക്കുറ്റിയിൽ നിന്ന് ഒരു തീനാളം പുറപ്പെട്ട് ഉജ്ജ്വല പ്രകാശമായി മാറി. അപ്പോൾ ആ ഉജ്ജ്വല പ്രകാശത്തിൽ നിന്ന് ഈ സ്വരം ഞാൻ കേട്ടു: വാൾ അതിന്റെ സ്ഥാനത്ത് വയ്ക്കുക. ബലിയർപ്പണം വളരെ വലുതാണ്. അതിനുശേഷം ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഡയറി 394. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ വ്രത അങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും ഇതോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് വ്രതം? കൂടുതൽ പൂർണ്ണതയോടെ ഒരു പ്രവൃത്തി ചെയ്തുകൊള്ളാമെന്ന് ദൈവത്തോട് സ്വതന്ത്രമായി ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ് വ്രതം. എന്തുകൊണ്ടാണ് സന്യസ്തരുടെ വ്രതങ്ങൾക്ക് ഇത്ര മൂല്യമുള്ളത്? വ്രതങ്ങളാണ് സഭ അംഗീകരിച്ചിട്ടുള്ള സന്യസ്ത ജീവിതത്തിന്റെ അടിത്തറ. 3 വ്രതങ്ങളായ ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം ഇവ നിയമാനുസൃതം അനുഷ്ഠിച്ചുകൊണ്ട് സന്യാസമൂഹാംഗങ്ങൾ പരസ്പരബന്ധിതരായി പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുന്നു. പുണ്യവും വ്രതവും തമ്മിലുള്ള വ്യത്യാസമെന്ത്? പാപത്തിൻ കീഴിൽ കൽപ്പിക്കുന്നത് അനുഷ്ഠിക്കുന്നതാണ് വ്രതം. എന്നാൽ പുണ്യം ഇതിനുമപ്പുറം പോകുന്നു. വ്രതം പാലിക്കാൻ പുണ്യം സഹായിക്കുന്നു. എന്താണ് ദാരിദ്ര്യവ്രതം? വസ്തുക്കളുടെ മേലുള്ള അവകാശം അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അവകാശം ദൈവപ്രീതിക്കായി സ്വമനസ്സാലെ ഉപേക്ഷിക്കുന്നതാണ് ദാരിദ്ര്യവ്രതം. ദാരിദ്ര്യമെന്ന പുണ്യത്തിനെതിരായി നാം പാപം ചെയ്യുന്നതെപ്പോഴാണ്? ഈ പുണ്യത്തിനെതിരായി എന്തേ അങ്കിലും ആഗ്രഹിക്കുമ്പോഴാണ്. ഏതേ അങ്കിലും വസ്തുക്കളോട് പ്രതിപത്തി ഉണ്ടാകുമ്പോഴും അമിതമായി എന്തേ അങ്കിലും ഉപയോഗിക്കുമ്പോഴും. ബ്രഹ്മചര്യവ്രതം എന്താണ് ആവശ്യപ്പെടുന്നത്? വിവാഹജീവിതത്തെ ഉപേക്ഷിക്കുവാനും 6ഉം 9ഉം പ്രമാണങ്ങളാൽ വിലക്കിയിരിക്കുന്നതിൽ നിന്നെല്ലാം അകന്നു നിൽക്കാനും. ഈ പുണ്യത്തിലുള്ള വീഴ്ച ഈ വ്രതലംഘനമാകുമോ? ഈ പുണ്യത്തിലുള്ള എല്ലാ വീഴ്ചകളും ഈ വ്രതത്തിന്റെ ലംഘനമായിരിക്കും. കാരണം ദാരിദ്ര്യവും അനുസരണവും പോലെ വ്രതവും പുണ്യവും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. എന്തെല്ലാമാണ് ഈ പുണ്യം കാത്തുസൂക്ഷിക്കാനുള്ള വഴികൾ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അവസരങ്ങൾ ഒഴിവാക്കുക, അലസത മാറ്റുക, പ്രലോഭനങ്ങളെ ഉടനടി മാറ്റുക, എല്ലാത്തിൽ നിന്നും പ്രത്യേകിച്ച് കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിഞ്ഞുമാറുക, പരിത്യാഗത്തിന്റെ അരൂപി വളർത്തുക, കുമ്പസാരക്കാരനോട് എല്ലാ പ്രലോഭനങ്ങളും വെളിപ്പെടുത്തുക. അനുസരണവ്രതം എന്താണ്? ആദ്യത്തെ 2 വ്രതങ്ങളെക്കാൾ ഉന്നതമാണ് അനുസരണവ്രതം. യഥാർത്ഥത്തിൽ ഇതൊരു ദഹന ബലിയാണ്. ഇതാണ് ആശ്രമങ്ങളെ രൂപീകരിക്കുന്നതും സജീവമാക്കുന്നതും. അതിനാൽ ഇത് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അനുസരണവ്രതം വഴി നിയമത്തിന്റെ കീഴ് തന്റെ നിയമാനുസൃതമായ അധികാരികൾ കൽപ്പിക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും അനുസരിച്ചുകൊള്ളാമെന്ന് സമർപ്പിതർ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നു. നിയമങ്ങൾക്ക് അനുസൃതമായി തന്റെ ജീവിതം മുഴുവനും എല്ലാ പ്രവൃത്തികളും തന്റെ അധികാരികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ അനുസരണവ്രതം കടപ്പെടുത്തുന്നു. അനുസരണത്തിൻ കീഴിൽ നൽകപ്പെടുന്ന ഓരോ കൽപ്പന ലംഘിക്കുമ്പോഴും സമർപ്പിതർ ഈ വ്രതത്തിനെതിരായി പാപം ചെയ്യുന്നു. ഡയറി 93. ഓരോ സന്യസ്തരുടെയും വ്രതങ്ങൾ ദൈവനീതിയുടെ വാളിനെ തടഞ്ഞ് നമ്മുടെ മേൽ കരുണ വർഷിക്കപ്പെടാൻ കാരണമാകുന്നു എന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നമ്മോട് പറയുന്നു. അവരുടെ വ്രതങ്ങളുടെ പ്രാധാന്യവും നാം മനസ്സിലാക്കി. അതിനാൽ ഓരോ സന്യസ്തർക്കുവേണ്ടിയും ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. തങ്ങളുടെ സവിശേഷ ദൈവവിളിയിൽ വിശ്വസ്തയോടെയും കരുത്തോടെയും ആയിരിക്കാൻ അവർ അതുവഴി പ്രാപ്തരാകട്ടെ.